ജീവിതമണ്ഡലത്തിലാണ് അസ്മാദികൾക്ക് എല്ലാവർക്കും കൂടെ വിനോദമാകുന്ന പുരുഷാർത്ഥം സാധിക്കാനായിട്ട് സാമാന്യം പോലൊരു ദേഷ്യ വേണം. ഇപ്പൊ തന്നോട് ചോദിച്ചാൽ അറിയാമെന്ന് വിചാരിച്ചതാ. ഹാസ്യത്തിലൂടെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എയ്യുന്ന വിദൂഷക സങ്കല്പമാണ് പുരുഷാർത്ഥക്കൂത്ത്. സമൂഹത്തിലെ കാപട്യങ്ങളെ തീക്ഷ്ണമായി പരിഹസിക്കാൻ പിശുക്ക് കാണിക്കാറില്ല എന്നതാണ് ഇതിന്റെ സർവകാല പ്രസക്തി. എന്നാൽ ചാക്യാർകൂത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിൽ 1200 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ കലയ്ക്ക് ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ പോലും അരങ്ങുകിട്ടുന്നില്ലെന്നതാണ് വസ്തുത. ഗ്രഹാതുരത്വം നെഞ്ചേറ്റുന്ന പ്രവാസികൾ തന്നെ വേണ്ടിവന്നു ഈ കലയുടെ പുനർജനിക്ക്. സാംസ്കാരിക സംഘടനയായ തിരനോട്ടമാണ് വാങ്മയത്തിലൂടെ പുരുഷാർത്ഥക്കൂത്ത് വീണ്ടും അരങ്ങിലെത്തിച്ചത്. കൂടിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിന് പുറത്ത് സമ്പൂർണമായിട്ടുള്ള ഒരു അവതരണം. അത് പുരുഷാർത്ഥക്കൂത്ത് മാത്രമല്ല, ഒരു കൂടിയാട്ടത്തിൻ്റെ ഇത്രയും ബൃഹത്തായ ഒരു ആഖ്യാന സമ്പ്രദായത്തെ സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പക്ഷേ തിരനോട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിലായി. മാർച്ച് 31 വിദൂഷക പുറപ്പാടോടെയാണ് ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ വാങ്മയത്തിന് തുടക്കം കുറിച്ചത്. കൂടിയാട്ടം കലാകാരായ മാർഗി മധു, പത്നി ഡോക്ടർ ഇന്ദു, കലാമണ്ഡലം മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അവതരണം. വിദൂഷകനിലെ പുറപ്പാടിന് ശേഷം പാർവതി ഗംഗാ സംവാദം, വാതുതീർക്കൽ, കാമദേവ വർണ്ണന, വേശ്യാഗുണം, വഞ്ചനം, സമുദായ വർണ്ണന, ഗണപതി പ്രാതൽ, സരസവിരസൻ, വിരസസരസൻ, 12ാം മാസം, രാജസേവ എന്നീ ഭാഗങ്ങളാണ് അവതരിപ്പിച്ചത്. സമുദായ വർണ്ണനയിൽ ശാന്തിക്കാർ, പൊതുവാൾ, നമ്പ്യാർ, വാര്യർ, ശാരടി തുടങ്ങിയവരെ കണക്കിനു പരിഹസിച്ച ചാക്യാർ ഇവർക്കുവേണ്ട യഥാർത്ഥ ഗുണങ്ങൾ അക്കമിട്ടു നിരത്തി. സുന്ദരിയായ നങ്ങ്യാരെ തൊട്ടടുത്തിരുത്തുന്നത് ചാക്യാരുടെ അബദ്ധങ്ങളിൽ നിന്ന് ശ്രദ്ധയകറ്റാനാണെന്ന സ്വയം വിമർശനമുണ്ടായപ്പോൾ സദസ്സിളകി. വിദൂഷകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വിശേഷേണ ദൂഷ്യം പറയുക എന്നാണ്. അതായത് സമൂഹത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും, അത് സംവേദനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ അവരോട് തന്നെ വളരെ ഭംഗിയായിട്ട് പറയുകയും അവരതിൽ നിന്ന് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതല്ല, അതുകൊണ്ട് അവരെ കുറ്റം പറയുക എന്നുള്ളതല്ല. ചാക്യാർ പറഞ്ഞതുപോലെ ഡോക്ടർ ഇന്ദു അരങ്ങിൽ സുന്ദരിയായ നങ്ങ്യാർ സ്ഥാനം അലങ്കരിക്കുന്നവർ മാത്രമല്ല, ജീവിതം കലയ്ക്കായി സമർപ്പിച്ച കൂടിയാട്ട കലാകാരി കൂടിയാണ്. സാത്വികാഭിനയവും വാചികാഭിനയത്തിലെ വിദൂഷക വ്യാഖ്യാനവുമെന്ന വിപരീത ധ്രുവങ്ങളെ അനായാസേന സ്വായത്തമാക്കി പ്രകാശിപ്പിക്കണമെന്നതാണ് നടനത്തിലെ വെല്ലുവിളിയെന്ന് ഡോക്ടർ ഇന്ദു. വേഷത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് വാക്കിനുണ്ട്. അപ്പം നമ്മൾ സ്വതേ പറയുക വാക്കിന് കളരിയില്ല എന്ന് പറയാം. വേഷത്തിനാണെങ്കിൽ കളരിയിൽ ചൊല്ലിയടിക്കും. അപ്പോൾ ഒരു ഫ്രെയിമുണ്ട്. കേമനാവാൻ പറ്റിയില്ലെങ്കിലും ശരാശരിക്കാരനാവാം, പക്ഷേ വാക്കിലത് പറ്റില്ല. സംസ്കൃതം പഠിപ്പിക്കുക, അന്വയിച്ച് പഠിപ്പിക്കുക, സിദ്ധരൂപം പഠിപ്പിക്കുക എന്നൊക്കെ അല്ലാണ്ട് അത് പറയാനുള്ള ശൈലി സ്വതസിദ്ധമായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് രണ്ട് തരത്തിലാണ്. പറയാൻ തന്നെ ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളിയുണ്ട്, കേൾക്കാനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. പവിത്ര കലയെയും കലാകാരന്മാരെയും അവഹേളിക്കുന്ന വിധം ചാക്യാരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതയ്ക്കെതിരെ ഡോക്ടർ ഇന്ദു ആഞ്ഞടിച്ചു. വെറും ഹാസ്യ കഥാപാത്രമായി ചാക്യാരെ അധപതിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ സമൂഹം രംഗത്തു വരണമെന്നും തനത് കലയെ ഇത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ പുതിയ മാധ്യമങ്ങളുടെയൊക്കെ ഒരു അതിപ്രസരം കാരണം ചാക്യാരെന്ന് പറഞ്ഞ തമാശ പറയാനുള്ള ആളാണ് എന്നൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആലൂക്കാസ് ചാക്യാരെന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണശേഷി ഇല്ലാത്തൊരു ന്യൂനപക്ഷം ആയതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു കലാരൂപമൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര ബഹളം ഉണ്ടായേനെ. നാട്ടിൽ പോലും പുരുഷാർത്ഥക്കൂത്ത് കാണാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പ്രവാസികൾക്ക് ദുബായിൽ നടത്തിയ പരിപാടി ഏറെ അനുഗ്രഹമായി. അതുകൊണ്ട് തന്നെയാണ് UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തിയതും. Worthy of all the praise. No words can express my full appreciation towards that.
They have done a great job. വളരെ കേമായിട്ട് തോന്നുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുരുഷാർത്ഥക്കൂത്ത് എന്ന് പറഞ്ഞ ഇത് കാണുന്നത്. നാട്ടിൽ അവസരം കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. കാരണം ചാക്യാർ തന്നെ സ്വയം ചാക്യാരെ വിമർശിക്കുകയാണ്.